രണ്ട് ജില്ലയിലാണ് 5000-ൽ കൂടുതൽ HIV ബാധിതരുള്ളത്. അതിൽ ഒന്ന് പാലക്കാട് ജില്ലയും മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയുമാണ്. പാലക്കാട് ജില്ലയിൽ 5203 പേർക്കാണ് HIV ബാധയുള്ളത്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 5094 പേർക്കും ഇപ്പോൾ രോഗബാധയുണ്ട്. നേരത്തെ പാലക്കാട് മാത്രമായിരുന്നു ഈ പട്ടികയിലുള്ളത്. അതാണ് ഇപ്പോൾ തിരുവനന്തപുരം കൂടി ആ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ന്യൂസ് കാണുന്ന ബാക്കി ജില്ലക്കാർ ആശ്വസിക്കേണ്ട. എല്ലാ ജില്ലയിലെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഈ 6000-ഓളം കേസുകൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചത് മാത്രമാണ്. ഇതുപോലെ അറിയപ്പെടാത്തത് അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിന് വിധേയമാകാത്ത 3 ഇരട്ട കേസെങ്കിലും മിനിമം കാണും. ഇത്രയും HIV കേസ് കൂടാനുള്ള മെയിൻ കാരണം ഇന്ത്യയെ കല്യാണം കഴിഞ്ഞ 55% ആൾക്കാർക്ക് അവിഹിത ബന്ധം ഉണ്ടെന്ന്. അതുപോലെ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവര് സൂചി ഷെയർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ മെയിൻ സോഴ്സ്. ഇതുകൂടാതെ ടാറ്റു ചെയ്യുന്നത്, മൂക്ക് കുത്തുന്നത്, ചെവിയിൽ സ്റ്റഡ് അടിക്കുന്നത്, ബാർബർ ഷോപ്പുകൾ, ഇതൊക്കെ ഇത് വ്യാപിക്കാനുള്ള മെയിൻ സോഴ്സുകളായിട്ട് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സാധാ ഒരു പനി സ്പ്രെഡാകുന്ന പോലെ അല്ല HIV. ഇതിന് ഇതുവരെയും ഒരു കംപ്ലീറ്റ് ക്യൂർ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പല രാജ്യങ്ങളെയും പോലെ കേരളം HIV-യുടെ ഒരു എൻഡമിക് സോണാകാൻ ഇനി സമയം അധികം ഉണ്ടാവില്ല. എല്ലാ കല്യാണത്തിന് മുന്നേയും ജാതകം കൈമാറുന്നതിന് പകരം HIV ടെസ്റ്റ് റിപ്പോർട്ടാണ് കൈമാറേണ്ടത്. ഇല്ലെങ്കിൽ ഇനിയും ഈ വൈറസ് പെറ്റുപെരുകും. സോ നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. എല്ലാ രീതിയിലും സേഫ് ആയിട്ടിരിക്കുക.